ഗൈസ്, ഇന്ന് അസറിന്റെ കല്യാണമാണ്. അതിനുവേണ്ടി നമ്മൾ രാവിലെ ഇവിടെ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്ത് കല്യാണത്തിന് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. റൂമിൽ ആരോ വന്ന് കൊട്ടുന്നു. മൊഞ്ചനായിട്ടുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ഞെട്ടിയാ നിങ്ങള്? ഇതാരി രാജാവ്. ഞാൻ അങ്ങനെ ഫസ്റ്റ് വിചാരിച്ചത് ഒരു ചുവപ്പ് കളറുടെ കൊള്ളാം, സൂപ്പർ ആയിരിക്കും. സെറ്റ് സാധനം. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ട്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങള് കുരിശിടാറുണ്ട്. എന്നായിട്ട് എന്നിട്ടേ നമ്മൾ മതസൗഹാർദ്ദമാണ് ഗൈസ്. ചപ്പല് ഒരു രാജാവിന്റെ കടം മേടിച്ചത്. ഇപ്പൊ ഒരുപാട് നാളത്തെ ഒരു എക്സൈറ്റ്മെന്റിനോട് നമ്മുടെ കല്യാണം ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ബ്രൈഡ് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരുങ്ങുവാണ്. ഇതുവരെ കാണാൻ പറ്റില്ല. അത് കാണണല്ലേ ഫസ്റ്റ് മറ്റേത്. ഇതുവരെ കണ്ടില്ല ഞാൻ. അപ്പുറത്തുണ്ട്. ഈ പൈലറ്റ് ആണ്. നമ്മൾ ആ മുഹൂർത്തത്തിലോട്ട് കടക്കുന്നു. എന്താണ് ബ്രൈഡിനെ കാണാൻ പോകുന്നത്? അതെ, ബ്രൈഡിനെ കാണുന്ന നമ്മുടെ ആ ഒരു റിയാക്ഷൻ വീഡിയോ. നമ്മൾ റെഡിയായി കല്യാണത്തിന് പോവാൻ. സമയമായി നമുക്ക് ഗിഫ്റ്റ് മേടിക്കണം. അസറിന്റെ കല്യാണം. അപ്പൊ നമുക്ക് അത്ര നല്ലൊരു ഗിഫ്റ്റ് മേടിക്കണം. വേറെ ആരുടെ കല്യാണം കുഴപ്പമില്ല. എന്ത് കൊടുക്കും? ടാസ്കാണ് ഇച്ചിരി. അതും കുറച്ച് സമയങ്ങളിൽ ഗിഫ്റ്റ് കൊടുക്കണം. അതിനേക്കാൾ വലിയ ടാസ്കാണ്. നമ്മള് ലാസ്റ്റ് നോക്കിയപ്പോ കല്യാണച്ചൊക്കെ ഇറങ്ങിയില്ല. പെട്ടെന്ന് പോടാ. എത്ര മണിയാടായി? നിങ്ങൾ വരാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? നിങ്ങൾ കാരണമല്ലോ അവളെ പരിചയപ്പെട്ടത്. സത്യം, അത് നിങ്ങൾ അറിഞ്ഞല്ലോ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിയാണ് ഞാൻ ഇവളുമായിട്ട് സംസാരിക്കുന്നതും കണക്ട് ആവുന്നതും. പ്രേമത്തിലോട്ടാകുന്നതോ? അത് പിന്നെ അടുത്ത യാത്രയിലായിരുന്നു പ്രേമത്തിലോട്ടാകുന്നത്. ഇത് എൻ്റെ ലവ് മാരേജ് ആണ്. ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ കാത്തിരുന്നൊരു മൊമെന്റ് ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഭയങ്കര ഗൈസ്, അസറേട്ടിന്റെ വീട്ടുകാർ വന്നോണ്ടിരിക്കുന്ന. അസറേട്ടിന് ഇപ്പൊ ബന്ധുക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയും 2 മണിക്കൂർ എടുക്കുന്ന അവര് പറഞ്ഞത്. ശരി, ബന്ധുക്കളായിട്ട് ഞങ്ങളെല്ലാം കൂടെ നടത്തി തരാം. ഉച്ചക്കത്തെ ചോറ് ഡിന്നർ ആക്കേണ്ടി വരും. കഴിച്ചില്ല. നമുക്ക് കഴിച്ചിട്ടൊന്നല്ലേ ഗ്യാപ്പില്. അത് പൊളിപ്പരിപാടി. എങ്ങനെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് ഗിഫ്റ്റ് കഴിക്കണം. രാവിലെ നല്ല വെജ് കഴിക്കാന്ന് പറഞ്ഞ പിസ്സ വേണം. പിസ്സ എന്തോ കഴിക്കാൻ ഒരു മോഹം. പുതിയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മേടിച്ചെന്നില്ലേ? അത് മതി. നമ്മൾ എന്ത് മേടിക്കുമെന്ന് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. എന്ത് മേടിച്ചു കൊടുക്കാൻ? ഞാൻ റെഡി പറയട്ടാ. നമ്മൾ ഒറ്റ സാധനം നോക്കിയാൽ നമുക്ക് നടക്കത്തില്ല. നമ്മൾ 2-3 അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്. അവന് സൺഗ്ലാസ് വയ്ക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, അവനൊരു സൺഗ്ലാസ് വാങ്ങിക്കാം ആദ്യം. എന്നിട്ട് 2 പേർക്കും ചേർത്ത് ഒരു കപ്പിൾ വാച്ച്. ഈ ലുലു മാൾ ആയിരുന്നെങ്കിൽ കടയൊക്കെ എവിടെ ഇരിക്കണം അറിയായിരുന്നു. ഫോറം മാളിൽ എത്തുന്നപ്പോ കട എവിടെ എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടാ. 2 പേർക്ക് വാച്ച് വാങ്ങിച്ച് അവന് കണ്ടിട്ട് വാങ്ങിക്കുമ്പം അവക്ക് എന്ത് തോന്നുന്നു? ജലസ് അടിക്കും. അപ്പൊ അവക്ക് ഒരു സാധനം വാങ്ങിക്കണം. സൊറോസ്കിയിൽ പോയാലോ? സൊറോസ്കി അറിയാമോ നിനക്ക്? നിനക്കറിയാമോ സൊറോസ്കി? നിനക്ക് സൊറോസ്കി അറിയാമോ? നിനക്ക് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടാണ്. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ അല്ല, അങ്ങനെ തന്നെ. മറ്റേ സ്റ്റോൺ ഇല്ലേ, ബെർത്ത് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് മറ്റേ സാധനങ്ങളൊക്കെ ചെയ്യും. മാലയും മറ്റേ സാധനങ്ങളൊക്കെ പ്ലാറ്റിനം പോലെ അതുപോലെ ഇരിക്കും. ഗേൾസിൽ ഭയങ്കര ഫേമസ് സാധനമാണിത്. ഗേൾസ് ഭയങ്കര മറ്റേ ഡിമാൻഡ് വെക്കുന്ന ഐറ്റംസ് ആണ്. അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ പേരെനിക്ക് നമ്മൾ സൺഗ്ലാസ് എടുക്കാൻ വന്നേ. പക്ഷെ എങ്ങനത്തെ ടൈപ്പ് എടുക്കണമെന്ന് അറിയത്തില്ല. ഇത് കൊള്ളാല്ലേ? കൊള്ളാം. ഞാൻ ഒരു ഓപ്ഷൻ പറയട്ടാ. അവന്റെ വലിയ സൈസ് ഇല്ലേ, മറ്റേ വലുതായിട്ടിരിക്കും. അതല്ല, അത്ര വലുതല്ല. ഞാൻ പറയാ, ഈ ഒരു സൈസ് അല്ലെ, ഈ ഒരു സൈസ് ഇല്ലേ, ഈ ഒരു സൈസ് സാധനമൊക്കെയാണ് അവൻ ഇഷ്ടം. എനിക്കിത് ചേർന്നില്ല. അപ്പൊ അവന് എടുക്കട്ടല്ലേ? കണ്ണു മൂട്ടി ഒരു പണിയായി. നമ്മൾ ഇതുവരെയ്ക്കും പോയിട്ടില്ല. കുഴപ്പമില്ല, അവര് വീട്ടുകാർ കൊല്ലത്തൊന്നും ഇതുവരെ എത്തിയില്ല. നമ്മള് കൊറേ ടൈം എടുക്കും. 1 മണി ആയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 12 മണിക്ക് ഉറക്കെ എഴുന്നേക്കുന്നത്. എന്റെ കണ്ണിരിക്കുന്നുണ്ട്. 2 ചിരി തന്നെ. 2 പേർക്ക് ഒരുമിച്ച് ഇട്ടിട്ട് പോവാം. ഇതുപോലെ എനിക്കിനി എന്ന് വാങ്ങിച്ചു തരും? കല്യാണം കഴിക്കും ആന്റി തരാം. കടയിൽ ഇപ്പൊ കയറിയിട്ടുണ്ട്. സ്പീഡ്
ചേച്ചിക്ക്. സൊറോസ്കി കട്ട്. ഓ അല്ല മാല എന്തായാലും അവൻ കാലുമാലയൊക്കെ ഇടുമായിരിക്കുമല്ലോ. ഇങ്ങനെ മാല അത് വേറെ കാര്യമുണ്ട്. അവന് ടോമിയുടെ ഇതല്ലേ എടുത്ത്, ഗ്ലാസ് അല്ലേ എടുത്ത്. രണ്ടുപേർക്കും ടോമി. മാച്ചിങ് ആവട്ടെ. ആനി പറഞ്ഞിട്ടാണേ. ഓ ഒറ്റ മൈൻഡ് വാ. അവന് ടോമിയുടെ ഗ്ലാസ് അല്ലേ എടുത്ത്, അതുകൊണ്ട് അവക്കൊരു ടോമിയുടെ ബാഗ്. ഗ്യാപ്പിൽ അബിനൊരു ടീഷർട്ട് എടുക്കാൻ പോയി. അവൻ ഇട്ടിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞ ഡ്രസ്സ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോ അബിന് കോൺഫിഡൻസ് പോയി. അപ്പൊ അബിനെ ചെയ്ത് വേറെ ഡ്രസ് ഡ്രസ്സസ് എടുക്കാൻ പോയി. ഞാൻ ഇവിടെ ഷർട്ട് മാറ്റി കേട്ടോ. ഈ കോസ്റ്റ്യൂം കൊള്ളാം. കണ്ട ആര് പറഞ്ഞു കൊള്ളൂല എന്ന് അവൻ മാറ്റി. അവന് പ്രീമിയായി. അല്ലെങ്കിൽ പ്രീമിയാണ് കേട്ടോ അച്ഛാ. വില ഇച്ചിരി കൂടുതലും തോന്നുന്നു. തിരിച്ചു തരാം. 1500 ഇത് ഊരിയില്ലെങ്കിൽ അബിനെ വെളിയിൽ വിടൂല. ഇങ്ങനെ ബില്ല് പ്ലേ ചെയ്തിട്ട് ഇറങ്ങാം. അതെ, അഭിനെ സ്കാൻ ചെയ്യും. പ്ലേ അല്ല, പേ ചെയ്തിട്ട് ഇറങ്ങാം. കമന്റ് എടുക്കും. കട്ട് ചെയ്യാട്ടെ. ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. ചൂട് മുഖ്യം ഇവിടെ വന്നപ്പം എല്ലാരും കണ്ട ഡ്രസ് എടുത്ത് എല്ലാരും മൈൻഡ് മാറി. കണ്ട ഞാൻ എടുക്കുന്നു. ഒന്നുകൂടെ എടുക്കണ്ടേ? ഒരു വാച്ച് മേടിക്കാനായിട്ട് അന്ന് വാച്ച് മേടിച്ച 3 ഡ്രസ്സും കൊണ്ട് ഇറങ്ങും. എന്താ അവസ്ഥ? ഞാൻ ആനിയുടെ വൈബാവുന്നു ഇപ്പൊ വരവ്. ഞാൻ ഡെയിലി രാവിലെ ഒരു കൊറിയർക്കാതെ വന്നിരിക്കും. ഡെയിലി ഇന്ന് വിളിച്ചല്ലോ ഒരാള്. വീട് മാറിയതിനു ശേഷം പുതിയ വീടിന്റെ അഡ്രസ് അല്ലേ, ഇവള് പഴയ വീടിന്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇവള് ഡെയിലി രാവിലെ വിളിക്കും. ഒരു കൊറിയർ ഉണ്ട്. അത് ക്യാഷ് ഓൺ ഡെലിവറി. അമ്മയെ നമ്മൾ ആരെങ്കിലും പൈസ കൊടുക്കണം. കൊറേ നാൾക്കാ എന്താ ഞാൻ പറയണത്. നീ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. വേണ്ട വേണ്ട, ഇപ്പോഴത്തേക്ക് പോവാൻ നല്ല വേട വീട്. കാർ ഓടിച്ചോടുന്ന മണ്ടയിലായിട്ടേക്കണ നോക്ക്. കല്യാണത്തിന് പാട്ടും മേളൊക്കെ ഇവര് ഓഫ് ചെയ്യിപ്പിച്ച്. പിന്നെ അസർ നമ്മുടെ എന്തോ വലുതായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വലുതായിട്ട് നമുക്ക് കൊടുക്കണ്ടേ? നിന്നാ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്ര നാൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് മറികടക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രതീക്ഷിച്ചില്ല, സത്യം പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് കീസായിട്ട് ഒരു കവറായിട്ട് വരുന്ന കണ്ട അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു. ഒരു ബ്രാൻഡിനനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹണിമൂൺ ട്രിപ്പിന്റെ ടിക്കറ്റ് ആണ്. ഇതാണ് ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ചെയ്ത ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ സാധനം പ്ലാൻ ചെയ്തു. ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഉറപ്പായിട്ട് കൊണ്ടുപോകും. നാളെ വീട്ടുകാരുടെ വരുന്നില്ലേ? വരും. കൈയിട്ടെടുക്കണോ? ഇത് രണ്ടുപേർക്കും ചേർത്തുള്ളതാണ്. ടൈറ്റാണെന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലായി വാച്ചാണ്. ഇത് മച്ചു, ഇത് ഞാൻ നിനക്ക് പേഴ്സണലി എടുത്ത സാധനം. ഇത് എന്ത് സാധനമാണല്ലോ ഇഷ്ടപ്പെട്ടത്. എടുത്തു പോയി. അതും ടോമി തന്നെ. ഇവന്റെ ടോമി എടുത്തോണ്ട് അതും ടോമി തന്നെ എടുത്തു. അത് നോക്കി നീ. എല്ലാം കൂടെ ബില്ലൂടെ അവസ്ഥ അത് ഇൻവോയ്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിയാസിക്കമായി കോട്ട് ചെയ്യുന്നതായിരിക്കും. എന്തോ സംഭവം തോന്നുന്നു. നിക്കാഹ് നാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം ഇപ്പൊ ഇറങ്ങിയ പുതിയ ട്രെൻഡ്. ഇത് ഒപ്പിടണം അല്ലേ? അങ്ങനെ അങ്ങനെ ഇടി പെട്ടെന്ന് ഒപ്പിട്. അവസാനമായിട്ട് വേണേ ഒന്ന് ആലോചിക്കാം. ദേവി ക്ലോസപ്പ് ഷോട്ട് എടുക്കാല്ലേ? അതാണ് അപ്പൊ ഒപ്പിട്ടിരിക്കുകയാണ്. താഴോട്ട് കാണിക്കണ്ട. ഹാപ്പി മാരീഡ് ലൈഫ്. രാത്രി കാണാം. ഓക്കെ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു മുട്ടായി തരാം. പക്ഷെ അനീഷ് ചോദിച്ചപ്പോഴാണ് അത് കൊടുക്കാം. വരുന്നില്ലല്ലോ അനീഷ്. എല്ലാം ഒട്ടിച്ചു. ഇങ്ങനെ ഒന്ന് എടുത്തൂടാ. ശരി വെച്ചോക്കെ. സന്തോഷം.
അങ്ങനെ നമ്മൾ ലിബ്രയുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നു ഗൈസ്. നമുക്ക് ലിബ്ര സാറാണ് ഈ റൂമെല്ലാം ബുക്ക് ചെയ്തതെന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട്. ഉറങ്ങാൻ പറ്റി, ഉറക്കം വന്ന് നല്ല ഉറക്കം ഉറങ്ങി കല്യാണത്തിന് പോയി. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. എന്തിന്? നാളെ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ അല്ല, നമ്മളിപ്പോ ആദ്യം സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് സിനിമയ്ക്ക് നേരെ നമ്മൾ തിരിച്ച് വർക്കല പോകുന്നു. വർക്കല സ്റ്റേ ചെയ്യുന്നു. നാളെ വീണ്ടും അസറിന്റെ വീട്ടിലോട്ട് വരുന്നു. അതാണ് പ്ലാൻ. ഇല്ലാട് തന്നെ. നമ്മള് കൊച്ചി നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഫാമിലി എല്ലാം നേരെ വീട്ടിൽ നേരെ കൊല്ലത്തോട്ട് വന്നു. ഫുൾ ഫാമിലി അസറിന്റെ കല്യാണത്തിനുണ്ട്. കല്യാണമല്ല, റിസപ്ഷൻ ഉണ്ട്. ഫാമിലി ഫുൾ ഉണ്ട്. ഇങ്ങനെ എടുക്കുക കഴിക്കുക അതെല്ലാവർക്കും അറിയാം. ആർക്കും ഞാൻ കൊടുത്തില്ല. അതല്ലേ രാത്രി ഒന്നും കൊടുത്തില്ല. രാവിലെ അറിഞ്ഞതേ ഇല്ല. പെട്ടെന്ന് നേരം വിളിച്ചല്ലേ. അടുത്ത ദിവസം എനിക്ക് നിങ്ങളെ കാണാൻ എക്സൈറ്റ്മെന്റ് പൊട്ടിത്തെറിച്ചു പാട്ട് ഇവിടെ നിന്നാണ് വിളിച്ചത്. ഓർമ്മ ഉണ്ടല്ല. എപ്പോ വരും? ഉറപ്പായിട്ടും അത് ഹൈറ്റ് കൂടുതൽ ഈ ഞായറാഴ്ച ഞാൻ ചത്തമ്പീസ് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ഫുഡിന് നല്ല താല്പര്യമുള്ള നമുക്ക് ഭക്ഷണം കഴിക്കാം. രാവിലെ കഴിച്ചില്ല. രാവിലെ കഴിച്ചു, ഞാൻ കഴിച്ചു. പുതിയ ഗേൾഫ്രണ്ട് ആയിരുന്നു. അഭിനയിച്ചതിനെ പോലെ അങ്ങനെ ആവരുത്, മനസ്സിലായോ? ഞാനല്ല ക്യാപ്പിലെ കഴിച്ചാ പോകുന്നില്ലേ? എടുത്തു തരണോ? തോന്നല്ലേ? എങ്ങനെ പോണു? നന്നായി പോകുന്നു. കഴിക്കാം എല്ലാവരും കഴിക്കാതിരിക്കും. ഡാൻസ് ഉണ്ട്. പെട്ടെന്ന് കഴിക്കാൻ അസറിന്റെ ഡാൻസ് ഉണ്ടെന്ന്. പെട്ടെന്ന് കഴിക്കാൻ അസറിന്റെ ഡാൻസ് ഉണ്ടെന്ന്. നമ്മളുണ്ട് കഴിക്കാൻ. അതിന്റെ കൂടെ കൂടുന്നു. അപ്പൊ നമ്മുടെ കല്യാണ കമ്പനിയിൽ ഞാനും പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്.